വെൽക്കം ടു ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഓഫ് ക്രിസ്ത്യൻ എലൈറ്റ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആധികാരികമായി സത്യവേദ പുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി നൽകുവാൻ പ്രശസ്ത വേദ അധ്യാപകനും ഹീബ്രു ബൈബിൾ സ്കോളറും ആയ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് ശേഷം പ്രേക്ഷകരിൽ നിന്നും അനേകം ചോദ്യങ്ങൾ കമന്റ് ബോക്സിലും ടെക്സ്റ്റ് മെസ്സേജായും വോയിസ് മെസ്സേജായും ലഭിച്ചിട്ടുണ്ട്. അതിലെ ചില ചോദ്യങ്ങൾക്ക് ഇതിനോടകം സാറ് തൃപ്തികരമായിട്ടുള്ള മറുപടിയും തന്നു. ഇന്നും അനേക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അധികം മുഖവരയില്ലാതെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. സർ, ഒന്നാമത്തെ ചോദ്യം മത്തായി സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗം: മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അന്ന് കർത്താവിന്റെ കൂടെ നിന്ന എല്ലാവരും തന്നെ മരിച്ചുപോയില്ലേ? ഈ വാക്യത്തിൽ യേശു കർത്താവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? Okay. First of all, Dr. Mam, thank you for the question. ഈ ചോദ്യം ചോദിച്ച പ്രേക്ഷകരോടും ചോദ്യകർത്താവിനോട് നമുക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയ നാൾ മുതൽ, ഞാൻ ചെറിയ പ്രായത്തിൽ വായിക്കാൻ തുടങ്ങിയാണ്, അന്ന് മുതൽ ദീർഘവർഷങ്ങളിൽ മനസ്സിൽ കിടന്ന ഒരു സംശയമാണിത്. പിന്നെ ഞാൻ വിചാരിച്ചു, ചുമ്മാ കർത്താവ് ചുമ്മാ പറഞ്ഞതാണ്, ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോലും നമ്മൾ നിന്റെ തട്ടിക്കളയണമെന്നൊക്കെ പറയും പോലെ ഉദ്ദേശിച്ചല്ലോ, ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളെന്ന് ഞാൻ വിചാരിച്ചത്. ഏറെ വർഷങ്ങളെടുത്ത് ഇതിൻ്റെ ശരിയായ മറുപടി കണ്ടെത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചോദ്യമായിട്ട്, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്ന ധാരാളം ആളുകൾ ഇന്നുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരിടത്ത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ. അപ്പോൾ ഇവിടെ 2000 കൊല്ലം കഴിഞ്ഞു. അന്ന് അവിടെ കൂടിയവരിൽ ആരെങ്കിലും ഇന്ന് ജീവനോടെ ഉണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം നമുക്ക് എങ്ങനെ എടുക്കാം? ഒന്ന്, കർത്താവ് ഒരു തമാശ പറഞ്ഞതാണോ? പിന്നെ വലിയൊരു ആഗ്രഹത്തിൽ പറഞ്ഞതാ. ഏതാ? ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് വരാമെന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞതാ. മേളിൽ ചെന്നപ്പോൾ ഒത്തില്ല, ഒക്കുമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ, ഒത്തില്ല. മന്ത്രിമാർ വന്ന് പ്രഖ്യാപിച്ചു, ഞാനിപ്പോൾ അവിടെ ചെന്നാൽ ഉടനെ ഈ കാര്യം സാധിപ്പിക്കാമെന്ന് പറഞ്ഞ് പാലത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ട് പോകുമല്ലോ. പാലവും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല എന്ന് പറയും പോലെ കർത്താവ് ഒരു അടിയം കണ്ട് തള്ളിയതാണോ? പിന്നെ ഒത്തില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മറുപടികൾ നമ്മുടെ അസംഷനിൽ നിന്ന് കണ്ടെത്താം, നമ്മുടെ നിഗമനങ്ങളിൽ നിന്ന്. പക്ഷെ നമ്മുടെ ഊഹാഭാവങ്ങൾ കൊണ്ട് മറുപടി പറയേണ്ടതല്ല വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ ഒരു കാര്യവും നമ്മുടെ ഊഹാപോഹങ്ങൾ കൊണ്ട് മറുപടി പറയേണ്ടതല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുള്ള, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ അതിനെപ്പറ്റിയുള്ള ചിന്ത അക്കോർഡിംഗ് ടു മീ എന്ന് ഇംഗ്ലീഷ് തെറ്റിച്ച് പറയുന്നത്, അക്കോർഡിംഗ് ടു മീ. ഇങ്ങനൊന്നും പറഞ്ഞ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയോ വ്യാഖ്യാനമോ വിശദീകരണമോ പറയരുത്. തിരുവെഴുത്തുകളാണെങ്കിൽ മറുപടി തിരുവെഴുത്തിൽ തന്നെയാണ്. ഇവിടെ ദൈവരാജ്യം, സ്വർഗരാജ്യം, തേജസ്സോട് വരിക എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുടെ അർത്ഥം ബൈബിളിൽ എന്താണെന്ന് അറിയേണ്ടത്. അപ്പം ഈ കാര്യം ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്, ഈ ദൈവരാജ്യം എന്തുവാ, ഈ സ്വർഗരാജ്യം എന്താണ്? ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.
ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ. പിന്നെന്തിനാ ഒരിടത്ത് ദൈവരാജ്യമെന്നും മറ്റൊരിടത്ത് സ്വർഗരാജ്യമെന്നും പറഞ്ഞത്? മത്തായി സംസാരിക്കുന്നത് എഴുതുന്നത് യഹൂദന്മാരോടാണ്. ലൂക്കോസ് എഴുതുന്നത് വ്യാപകമായി നോൺ ജ്യൂസിനോടാണ്. യഹൂദന്മാര് ദൈവം എന്ന വേർഡ് വാഗൊണ്ട് പറയത്തില്ല. ഗോഡ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ജൂവിഷ് ടൗണിൽ 10 വർഷം അവരുടെ ഇടയിൽ ഇംഗ്ലീഷ് ചർച്ചിലെ പാസ്റ്ററായിരുന്നതാണ്. നല്ല ക്ലോസ് റിലേഷൻ ഉണ്ട് എനിക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട്. ഗോഡ് എന്ന് അവരുടെ വാഗൊണ്ട് ഉച്ചരിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇതിനോൺ വേണമെങ്കിൽ ഗ ഗ ഗോ അത്ര വരെ പറയും. ജൂവിഷ് ക്രോണിക്കിൾസിൽ അവരുടെ പത്രമാണ്, GOD ഗോഡ് എന്ന് വേർഡ് അവർ എഴുതത്തില്ല. അങ്ങനെ എഴുതേണ്ടി വരുന്നിടത്ത് ഒരു വലിയ ക്യാപിറ്റൽ G ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് പിന്നെ സിംഗിൾ ഇനടക്കമായിട്ടിട്ട് ഒരു ചെറിയ D എഴുതും. അപ്പോൾ ഗോഡ് എന്ന് മനസ്സിലായിക്കോണം നമ്മൾ. ഇനി ഗോഡ് എന്ന് പറയേണ്ടടുത്തൊക്കെ ഒന്ന് ഹഷം എന്ന് പറയും. ഹഷം, അതായത് ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഹഷം എന്നാണ്. ഹഷം നമ്മുടെ വലിയ നാമം, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന വലിയ നാമം. അപ്പം ഗോഡ് എന്ന വേർഡ് യഹൂദൻ ഉപയോഗിക്കുന്നില്ല, അവൻ്റെ വാവുണ്ട്. എന്തുകൊണ്ട്? പറയുന്നത് ഇനപ്രോപ്രിയേറ്റ് ആയിപ്പോയെങ്കിൽ, ഇൻ കേസ് ഇറ്റ് ഹാപ്പൻസ് ടു ബി ഇൻ എ റോങ് കോണ്ടെക്സ്റ്റ് ഓർ ഗിവിങ് എ റോങ് കൊണോട്ടേഷൻ, തെറ്റായ കോണ്ടെക്സ്റ്റിലോ തെറ്റായ ഒരു അർത്ഥമുഖം, അതാണ് കൊണോട്ടേഷൻ, അർത്ഥമുഖത്തിലാണ് പറയുന്നതെങ്കിൽ അത് ദൈവത്തോട് ചെയ്യുന്ന ദോഷമാണ്. അത് പാടില്ല എന്നുള്ളതുകൊണ്ട് അവരത് പറയത്തില്ല. പിന്നെ അവരെന്ത് പറയും? ഹെവൻസ് എന്ന് പറയും. ഹെവൻ എന്ന്. ഉദാഹരണം, നമ്മളൊരു കോർട്ടിൽ ഒരു കേസിൻ്റെ വിചാരണയ്ക്ക് നിൽക്കുക. അവിടെ ഇരിക്കുന്നതായ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് എൻ്റെ സ്നേഹിതനാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പർ, എൻ്റെ അമ്മാച്ചനാന്നിരിക്കട്ടെ, അല്ല ഞങ്ങളുടെ അയലോക്കക്കാരനാന്നിരിക്കട്ടെ. പക്ഷെ ആ സീറ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾക്ക് പേര് വിളിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ പേരല്ലോ രാമേന്ദ്രൻ നായർ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലയോ, നമ്മളെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. പുറത്ത് ഇറങ്ങുമ്പോൾ വേണേ വിളിക്കാം, അവിടെ ഇരിക്കുമ്പോൾ പറ്റത്തില്ല. അവിടെ ഉള്ള വക്കീലന്മാരും അങ്ങനെ വിളിക്കത്തില്ല. ഇങ്ങനെ പറയത്തുള്ളൂ, ഓണറബിൾ കോർട്ട്, ബഹുമാനപ്പെട്ട കോടതി എന്നല്ലേ വിളിക്കത്തുള്ളൂ. വിത്ത് ഫുൾ റെസ്പെക്റ്റ് ആണ് ബഹുമാനപ്പെട്ട കോടതി എന്ന് പറയുന്നത്. ഇതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ അവരെന്തേ പറയത്തുള്ളൂ? ഈ കിങ്ഡം ഓഫ് ഹെവൻസ്, ഓ ഹെവൻസ് എന്നേ പറയത്തുള്ളൂ. എന്ന് പറയത്തില്ല, ഗോഡ് എന്ന് പറയത്തില്ല, ഹെവൻസ്. നേരെ മറിച്ച് ജെന്റൈൽസിന് ഈ കൺസ്ട്രെയിന്റ് ഇല്ല. അതുകൊണ്ട് അവർക്ക് ചുമ്മാ ഗോഡ് എന്ന് കാച്ചാൻ കുഴപ്പമില്ല. ഇനിയും അപ്പൊ ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞത്, രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന് 4 layers ഓഫ് മീനിങ് ഉണ്ട്. 4 layers ഓഫ് മീനിങ് ഉണ്ട്. ഇതിലേത് ലെയർ ഓഫ് മീനിങ്ങിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനാണ് കോണ്ടെക്സ്റ്റ് അനാലിസിസ് എന്ന് പറയും. കോണ്ടെക്സ്റ്റ് അനാലിസിസ് ഇല്ലാതെ വിശുദ്ധ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നമുക്ക് പറയാൻ അനുവാദം ഇല്ല. നോ, യു ഡോണ്ട് ഹാവ് ദ പെർമിഷൻ. യു ഡോണ്ട് ഹാവ് ദ പെർമിഷൻ. ആ കോണ്ടെക്സ്റ്റിൽ എന്ത് അർത്ഥം തരുന്നോ അതല്ലാതെ നിങ്ങൾക്കൊരർത്ഥം പറയാൻ പെർമിഷൻ ഇല്ല. കാരണം എ ടെക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രീ ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിൽ മാറി നിങ്ങൾ ആ ടെക്സ്റ്റിനെ പറ്റി എന്ത് പറഞ്ഞാൽ അത് പ്രീ ടെക്സ്റ്റ് ആണ്. വേദപുസ്തകം ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ടെർമിനോളജീസിന്, ആ ഫ്രേസിന് എത്ര അർത്ഥമുണ്ട്? നമ്പർ 1, ദ റിയൽ ഹെവൻ where God physically lives. ദൈവം ഫിസിക്കലായി ജീവിക്കുന്ന സ്വർഗം. That is meaning number 1. And meaning number 2,
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചിട്ട് ഉം. അതിൻ്റെ ചക്രവർത്തിയായി ഭൂമിയെ ഭരിക്കും ഓക്കെ. 1000 വർഷം. ഉം. ഇതാണ് കിങ്ഡം ഓഫ് ഗോഡ് 2. ഉം. ഇത് രണ്ടും ലിറ്ററലാണ്. ഉം. ഇത് രണ്ടും ലിറ്ററലാണ്. ഉം. ഇനിയും ഒട്ടും ലിറ്ററൽ അല്ലാത്ത ഉം. ഫുള്ളി സ്പിരിച്വലായ ഒന്നുണ്ട്. ഫുള്ളി സ്പിരിച്വലായ ഒന്നുണ്ട്. ഉം. അത് ദ സ്പിരിച്വൽ എക്സിസ്റ്റൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ് ഓൺ ദിസ് എർത്ത്. ഉം. ഈ ഭൂമിയിൽ ദൈവസഭ എന്ന ആത്മീക അസ്തിത്വം, ഉം. ആത്മീയ അസ്തിത്വം അവിടെ ഒട്ടും ഫിസിക്കൽ അല്ല, ബട്ട് ദാറ്റ് ഇസ് ഓൺലി സ്പിരിച്വൽ. അതിന് നമ്മൾ വൈഡർ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയും. ഉം. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു സഭക്കാരുണ്ട്, അവരെ അല്ല കേട്ടോ. വൈഡർ ചർച്ച് ഓഫ് യൂണിവേഴ്സൽ ചർച്ച് ഓഫ് ഗോഡ്, ഉം. യൂണിവേഴ്സൽ ചർച്ച് ഓഫ് ഗോഡ്. അതാണ് അതിൻ്റെ തേർഡ് മീനിങ്. ഉം. അതിൻ്റെ ഫോർത്ത് മീനിങ് ദ ലിറ്ററൽ ആൻഡ് ഫിസിക്കൽ, ലിറ്ററൽ ആൻഡ് സ്പിരിച്വൽ ചർച്ച് ഓഫ് ഗോഡ്. ഉം. ദൈവസഭ ഉം. ലിറ്ററലും സ്പിരിച്വലുമായ, ഉം. ലിറ്ററലും സ്പിരിച്വലുമായ ദൈവസഭ. അപ്പൊ അവിടെ അതിന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്ന സ്ഥലമെന്നാണ്. ഉം. ഏതാ? ലിറ്ററൽ സ്പിരിച്വൽ ചർച്ച് ഓഫ് ഗോഡിനെ നമ്മൾ അസംബ്ലീസ് ഓഫ് ഗോഡ്, ചാരോന, IPC, പിന്നെ ഇങ്ങനെ പറഞ്ഞ എല്ലാം എടുക്കാം. അതെല്ലാം ദൈവ ഇഷ്ടം നിറവേറേണ്ടതായ ഇടങ്ങളാണ്. ഉം. അവർക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം ഓരോ സ്ഥലങ്ങളിലും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ. Yes. അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് എ സ്പിരിച്വൽ എൻറ്റിറ്റി ഓൾസോ, ഒരു ആത്മീയ അസ്തിത്വമുണ്ട്. Yes. ഈ 4 ലെയേഴ്സ് ഓഫ് മീനിങ് ആണ് ഉം. നമ്മൾ ഈ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നൊക്കെ പറയും. ഉം. ഇനിയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാ, ദൈവരാജ്യം ശക്തിയോടെ, സ്വർഗരാജ്യം ശക്തിയോടെ വരും. ഉം. അതുവരെ മരണം ആസ്വദിക്കാരോട് ഇവിടെ നിപ്പുണ്ടെന്ന്. ഉം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് പറഞ്ഞ് അധികം കഴിയുന്നതിന് മുൻപ് തൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ്, ക്രൂശീകരണത്തിന് 6 മാസം മുമ്പായി പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 6 months ബിഫോർ. ഉം. കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി എൻ്റെ ഏറ്റവും നല്ല സ്റ്റഡി മുഴുവന് ഈ ബേത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്ന് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുറകേ നടന്ന് ഓരോ ദിവസവും, ഓരോ മിനിറ്റിലും, ഓരോ മണിക്കൂറിലും താൻ ചെയ്ത കാര്യങ്ങളെ പറ്റി അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സ്റ്റഡി ഉണ്ട്. അത് നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയുടെ ആദ്യത്തെ ലെസണാണത്, ഫസ്റ്റ് പാർട്ടാണ്. 1 വർഷം എടുക്കുക പഠിപ്പിച്ച് തീർക്കാൻ. Okay. അപ്പോൾ അവിടെ ഇത് മുഴുവൻ പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, കർത്താവ് എവിടെയായിരുന്നു, ആരോടാണ് സംസാരിച്ചത്, ഉം. ഏത് ഭാഷയാണ് സംസാരിച്ചത്. എപ്പോഴും ഒരേ ഭാഷയല്ല കർത്താവ് സംസാരിച്ചിരുന്നത്. ഏത് Okay. ഭാഷയാണ് സംസാരിച്ചിരുന്നത്, ഉം. അവിടെ ഏത് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഉം. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഉം. ഇത്തരം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ക്രൂശീകരണത്തിന് 6 മാസം മുമ്പാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത്. Okay. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇത് സംസാരിച്ച് മാസങ്ങൾക്കുള്ളിൽ നോക്കിയേ, ഉം. സഹ്യോന്മാറിയ മുറിയിൽ ഉം. കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞുകൊണ്ട് ഉം. യെരുശലേമിൽ നഗരത്തിൽ കൂടിയിരുന്ന മുഴുവൻ ആളുകളെയും ഭ്രമിപ്പിക്കത്തക്ക രീതിയിൽ ഉം. ശക്തിയോടെ ഉം. ഞാൻ ഈ പറഞ്ഞ ലിറ്ററൽ ഫിസിക്കൽ കിങ്ഡം ഓഫ് ഗോഡ് ഇറങ്ങി വന്നു. Okay. അല്ലേ? പെന്തക്കോസ്ത് നാളിൽ Yes. കർത്താവ് ഈ പറഞ്ഞ കാര്യം കേട്ട എത്രയോ പേര്, ഒരുപക്ഷെ മുഴുവൻ പേരും എന്ന് പറയാം, അവിടെ അതുവരെ ഉണ്ടായിരുന്നു. മരിച്ചിട്ടില്ല, അതിന് സാക്ഷികളായിട്ട് നിന്നു. അപ്പൊ ഉം. എന്തല്ല കർത്താവ് പറഞ്ഞത്? തൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി അല്ല പറഞ്ഞത്. Okay. ദൈവരാജ്യം, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരികയാണ്. അപ്പോൾ ആ രാജ്യത്തിൽ കർത്താവിൻ്റെ ഒരു ഭാഗമില്ലയോ? കർത്താവ് പറഞ്ഞ എന്താ? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അത് സ്പിരിച്വൽ പ്രസൻസ് ആണ്, സ്പിരിച്വൽ കിങ്ഡമാണ്. അത് ഇറങ്ങി വന്നു, അത് ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞ കാര്യം കേട്ടുള്ള ആളുകൾ ഈ സംഭവം നടക്കുമ്പോൾ ജീവനോടുണ്ട്. ദാറ്റ് ഈസ് ദി
കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ്. അതുകൊണ്ട് നമ്മുടെ ഈ ചോദ്യം ചോദിച്ച ആളിനോട് നമുക്കൊരു പ്രത്യേക നന്ദിയുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് സംശയം മറുപടി മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് അതിന്റെ ഉത്തരം കിട്ടാൻ കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു. വെരി കൺവിൻസിങ്. താങ്ക് യു വൺസ് അഗെയിൻ. അടുത്ത ചോദ്യം പ്രേക്ഷകരിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: വൈ ഡിഡ് ജീസസ് ഡൈ ഫോർ അവർ സിൻസ് അറ്റ് ദാറ്റ് ടൈം? യേശുക്രിസ്തു മാനവരാശിയുടെ പാപത്തിനായി മരിച്ച ആ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ പ്രസക്തിയുണ്ടോ? എന്തുകൊണ്ട് ആ സമയത്ത് യേശുക്രിസ്തു മരിച്ചു? വീണ്ടും വളരെ വളരെ നന്ദി ചോദ്യം ചോദിച്ച ആളിനോട്. ഇതൊക്കെ വളരെ റിലവൻ്റ് ആയ ചോദ്യങ്ങളാണ്, ബാലിശമായ ചോദ്യങ്ങളല്ല. ബാലിശമായ ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ എടുക്കത്തുമില്ല. അങ്ങനെ അതിന് നമുക്ക് സമയമില്ല. നമ്മുടെ ഓഡിയൻസിനും അത് കേൾക്കാൻ സമയമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ നമ്മൾ ദൈവത്തിൻ്റെ ടൈം സ്കീം പ്ലാനിങ്ങും നമ്മുടെ പ്ലാനിങ്ങും എന്ന രണ്ട് കാര്യങ്ങൾ എടുക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ ഒരു ടൈം സ്കീം, ഒരു ക്ലോക്കുമുണ്ട്. എല്ലാം ആ ക്ലോക്ക് അനുസരിച്ച് ദൈവം ഫിക്സ് ചെയ്യുകയാണ്. ആ ഫിക്സ് ചെയ്യുന്ന ആ കറക്റ്റ് ടൈമിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കേണ്ടത്. കാരണം ഗോഡ് സീസ് ദ എൻഡ് ഇൻ ദ ബിഗിനിങ്. ആരംഭത്തിൽ തന്നെ ദൈവം അവസാനം കാണുന്നു. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്ത് എപ്പോൾ സംഭവിക്കണമെന്ന് ദൈവം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്ലാനിലെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരം ഫിക്സേഷൻസ് ഉണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ പ്രീഡെസ്റ്റിനേഷനും മറ്റൊന്ന് പ്രീഡിറ്റർമിനേഷനും. പ്രീഡെസ്റ്റിനി എന്ന് പറയുന്നതും പ്രീഡിറ്റർമിനേഷൻ എന്ന് പറയുന്നതും രണ്ടാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി ഈ ഉത്തരം നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയത്തില്ല. വേറെ സമയം നമുക്ക് അതിനെപ്പറ്റി പറയാം. കാരണം ആളുകൾക്ക് ഒരുപാട് സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. ഒന്ന്, ഈ പ്രീഡിറ്റർമിനേഷൻ എന്ന് പറയുന്നതും പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ചെല്ലിയായിരിക്കും ദൈവം നിത്യതയിലെല്ലാം തീരുമാനിച്ചിരിക്കുക, നമുക്ക് മാറ്റം വരുത്താൻ കഴിയത്തില്ല. അങ്ങനെയാണ് ഞാൻ കള്ളുകൂടിയനായിട്ടോ വ്യഭിചാരിയായിട്ടോ മോഷ്ടാവായിട്ടോ മഹാഭാവിയായിട്ടോ ജീവിക്കാൻ കാരണം ദൈവം അങ്ങനെ തീരുമാനിച്ചതാ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പാപിയായിട്ട് ജീവിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടേ, ദൈവമല്ലേ തീരുമാനിച്ചു, എനിക്ക് തിരുത്താൻ പറ്റുമോ? പിന്നെ എന്നെ അതിന് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? തിരിച്ചങ്ങ് തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലേ? ഞാൻ പാപിയായിട്ട് പോട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ പരിശുദ്ധനായിട്ട് പോട്ടെന്ന് അങ്ങ് നിത്യത തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലേ? അല്ലേ? അതൊരു വലിയ ആശയക്കുഴപ്പമാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരും ഡെഫിനറ്റ്ലി. ഇനിയും ഓഡിയൻസ് ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് വരും. കാര്യം സംശയം ദീർഘിരിക്കുന്നു. പക്ഷെ എൻ്റെ ഇവിടുത്തെ ചോദ്യം, നമ്മുടെ ഇവിടുത്തെ ആൻസർ, ഏത് കാര്യം ഏത് സമയത്ത് എപ്പോൾ ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ കലണ്ടറിൽ ദൈവം തീരുമാനിച്ച് ഡേറ്റ് ടൈം കുറിച്ചിടുന്നതിന് ടിക്കൂഫ എന്ന് പറയും. നമ്മുടെ മുമ്പൊരു സമയത്ത് ഞാൻ പറഞ്ഞതിൻ്റെ വിശ്വാസം ടിക്കൂഫ മീൻ TIKUFA, ടിക്കൂഫ ഹീബ്രു വേർഡാണ്. ടിക്കൂഫ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം എന്നാണ്. ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം. എന്തുകൊണ്ട് ദൈവം ആ കാര്യം അങ്ങനെ നടക്കണം, അപ്പോൾ നടക്കണം എന്ന് തീരുമാനിച്ചു? ആർക്കേ അറിയത്തുള്ളൂ? only God knows. ചില കാര്യങ്ങൾ ദൈവം റിവീൽ ചെയ്തു തരും, എന്തുകൊണ്ട് ഇപ്പോഴെന്ന്. ചില കാര്യങ്ങളോ ദൈവം റിവീൽ ചെയ്യത്തില്ല. കാരണം അത് ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഒരിക്കൽ ഈ ശാസ്ത്രിമാരൊന്ന് കർത്താവിനെ ഇതിനെപ്പറ്റി സംശയം ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഈ സ്വർഗത്തിലുള്ള നിങ്ങൾ ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ ആ സ്വർഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ശിഷ്യന്മാരും ഒരിക്കൽ കയറി ചോദിച്ചു പറഞ്ഞു, ലുക്ക് ദാറ്റ് സംതിങ് in the determination or plan of my heavenly Father, which is not up to you to know. എൻ്റെ പിതാവിൻ്റെ തിരുഹൃദയത്തിലുള്ള കാര്യമാണ്,
അതറിയേണ്ടത് നിങ്ങൾക്കുള്ളതല്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ടു നോ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു എപ്പോൾ ക്രൂശീകരിക്കണമെന്നുള്ളത്, എപ്പോൾ ഭൂമിയിൽ വന്ന് പരമയാഗമാകണമെന്നുള്ളത്, അതിനെപ്പറ്റി ഗലാത്യ ലേഖനത്തിൽ when the fullness of time came എന്ന കാലസമ്പൂർണത വന്നപ്പോൾ, അപ്പോൾ ദൈവമാണ് അത് ഡിറ്റർമിൻ ചെയ്തത്. ഇനി വേറൊരു കാര്യം, ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഈ ചോദ്യത്തിന് മറുപടി തീർക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ അങ്ങനെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ തീർക്കാം. ഇനിയും അതിനപ്പുറത്തൊരു മറുപടി ഉണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. ആ മറുപടി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ യു മസ്റ്റ് സിറ്റ് വിത്ത് മീ ഫോർ എ ഇയർ. ഒരു വർഷം നിങ്ങൾ എൻ്റെ കൂടെ, ഞാൻ നീ മുമ്പേ പറഞ്ഞ ബെത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്ന ലെക്ചർ സീരീസ് ഉണ്ടല്ലോ, ലെക്ചർ സീരീസ് എൻ്റെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഒരു വർഷം നിങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, യെസ് ദിസ് ഈസ് ദ റീസൺ. കാരണം ആ സമയത്ത് യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും വേറൊരു സമയത്ത് ക്രൂശീകരിക്കപ്പെട്ടാൽ നടക്കാതെ പോകുന്ന കാര്യങ്ങളും. വാട്ട് ദ ഡിഫറൻസ്? അന്നേരം ക്രൂശിക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും, അല്ല വേറൊരു സമയത്താണ് ക്രൂശിക്കപ്പെടുന്നതെങ്കിൽ നടക്കാതിരിക്കുന്ന കാര്യങ്ങളും. ഇത് തമ്മിലുള്ള വ്യത്യാസം യേശുക്രിസ്തുവിന് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവ് ആ സമയത്ത് ക്രൂശിക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്ന മനുഷ്യരാശിക്ക് പ്രയോജനകരമായ ദൈവത്തിൻ്റെ പ്ലാൻസ് ആർക്കറിയാം? സാത്താനറിയാം. അതുകൊണ്ട് ക്രൂശിക്കണമെന്ന് തീരുമാനിച്ച ആളുകളെ കൊണ്ട് സാത്താൻ തിരിച്ച് തീരുമാനം എടുപ്പിച്ചു. എന്ത് തീരുമാനം? നോ, ഇവനെ ഇപ്പം ക്രൂശിക്കണ്ട. ഇപ്പം ക്രൂശിച്ചാൽ ജനത്തിനിടയിൽ ബഹളമുണ്ടാകും. അതുകൊണ്ട് ഉത്സവം കഴിഞ്ഞിട്ട് ആരും അറിയാതെ നമുക്കിവനെ ക്രൂശിക്കാം എന്നവർ രഹസ്യമായി തീരുമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരു സംഗതി നടന്നു. ഒന്നല്ല, 2-3 കാര്യം നടന്നപ്പം കർത്താവിന് ഇപ്പം തന്നെ ക്രൂശിച്ച് ഒക്കത്തുള്ളതെന്ന് അവർ തീരുമാനിച്ചു. അത് തന്നെ പിന്നിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറഞ്ഞ തീരുമാനം നമുക്ക് ഇരിക്കാമായിരുന്നു. ഇല്ല, ഒരു വർഷം മുഴുവൻ നമ്മൾ എടുക്കുമ്പോഴാണ് എൻ്റെ സ്റ്റുഡൻസ് ലാസ്റ്റ് പറയും, യെസ് നൗ വി അണ്ടർസ്റ്റാൻഡ്. നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ള മറുപടി ഇതാണ്: ആ സമയത്ത് ക്രൂശീകരണം നടന്നാൽ മാത്രം നേടുവാൻ കഴിയുന്ന ചില നേട്ടങ്ങളുണ്ട്. മറ്റൊരു സമയത്ത് നടന്നുകൊണ്ട് അതുകൊണ്ട് പ്രയോജനം ഇല്ലതാനും. ഇനി ഞാനൊരു ചെറിയ എക്സാമ്പിൾ അതിനു വേണ്ടി പറഞ്ഞാൽ ഇങ്ങനെ പറയാം. നല്ല കാർഷിക പാരമ്പര്യത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഫാദറായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല കൃഷിക്കാരൻ. ഞങ്ങൾക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച ഒരു സാധനം അവനറിയാമോ? ഗുഡ് ഫ്രൈഡിൽ അന്നൊരു മഴ പെയ്യും. ആദ്യത്തെ മഴയാണ്. ഞങ്ങൾ കൃഷി ഇറക്കാനായിട്ട് എല്ലാം ഈ കാലയൊക്കെ വൃത്തിയാക്കി വളമൊക്കെ ഇട്ട് തടമൊക്കെ റെഡിയാക്കി, ഈ കപ്പ നടുന്നതിനും ചേനയ്ക്കും ചേമ്പിനുള്ള തടം റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ആദ്യത്തെ മഴയ്ക്ക് കൃഷി ഇറക്കണം. പക്ഷെ ആദ്യത്തെ മഴ പെയ്യുന്നതെന്നറിയാമോ? ഈ ദുഃഖവെള്ളിയാഴ്ച അന്നാ. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ പണി ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പള്ളിയിൽ പോയി മറ്റേ പാവയ്ക്ക കലക്കി കുടിച്ച് കയ്പ് നീരും കുടിച്ച് അവിടെ കിടക്കേണ്ടിയല്ലയോ? കർത്താവ് കയ്പ് നീര് കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി കുടിച്ചില്ലെങ്കിൽ എന്തോ കഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ നാട് മുഴുവൻ മർദ്ദവക്കാർ യാക്കോക്കാരാ. ഇവരെല്ലാം ഇത് കയ്പ് നീര് കുടിക്കാൻ പോവാ. രാവിലത്തെ മഴ പെയ്യും. അച്ഛൻ ഞങ്ങൾ ഇറങ്ങടാന്ന് പറയും. നമ്മൾ കപ്പം തണ്ട് മുറിച്ചോണ്ട് എല്ലാം പണിയാന്ന് മുഴുവനും. ഞങ്ങളുടെ വീടിന്റെ വഴിയേറിയത്തെ ഞങ്ങളുടെ വീട് കേട്ടോ. ഒന്നവരെല്ലാം ഇവന് വിവരമുണ്ടോ, ഇവന് ബോധമുണ്ടോ, ഇവനവിടുത്തെ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിലും ബന്ധുക്കോസ് തന്നെ വിവരമില്ല. പക്ഷെ ആദ്യത്തെ മഴയ്ക്ക് ഇറക്കുന്ന കൃഷിയുടെ അതിന്റെ പവർ ഉണ്ടല്ലോ, അതിന് ശേഷം വരുന്ന മഴയ്ക്കുള്ളതിനില്ല. അന്നാലും ഇറക്കും തോന്നുന്നത് ഞങ്ങളുടെ കൃഷി നല്ല ഭംഗിയായിരിക്കുന്നത്.
ആ മഴ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് കിട്ടത്തില്ല. കിട്ടത്തില്ല. പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന മഴയ്ക്ക് ഇറക്കുമ്പോൾ അത്രയ്ക്ക് കാണത്തുള്ളൂ. ഓരോന്നിനും ദൈവം ഫിക്സ് ചെയ്ത ദൈവത്തിന്റെ ടൈമുണ്ട്. ഓക്കെ. ആ ടൈമിലുള്ള അതിന് കിട്ടുന്ന ഇഫക്റ്റ് മറ്റൊരു ടൈമിൽ ഇതേ സാധനത്തിന് കിട്ടത്തില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച് സർ. കർത്താവിന്റെ രണ്ടാം വരവും ഈ ഇതുപോലുള്ള ഒരു സമയം തന്നെയല്ലേ? വെൽ, കർത്താവിന്റെ രണ്ടാം വരവിന്റെ 2 ആമുഖങ്ങളുണ്ട്. ഉം. അതിൽ ഒന്നാമത്തെ ആമുഖം എന്ന് പറഞ്ഞാൽ രഹസ്യവരവാണ്. ഉം. ഒന്നാമത്തെ ആമുഖം രഹസ്യവരവാണ്. ഉം. ആ രഹസ്യവരവിന് മുമ്പ് സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ അക്കമിട്ട് വിശുദ്ധ വേദോസത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉം. ഇത്ര കാര്യങ്ങൾ സംഭവിക്കണമെന്ന്. അതിൽ ഏതാണ്ട് 10 വർഷം മുമ്പ് ഉം. അതിൻ്റെ 89% കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ്, സോറി 10 അല്ല, ഒരു 15 വർഷം മുമ്പ്. ഓക്കെ. ഉം. ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും മീഡിയ നോക്കി ഇങ്ങനെ ഈവൻ്റ് എണ്ണി 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 ഇരിക്കുന്ന ആളാണ്. ഉം. ഇനിയും ഒരു 3% കാര്യം കൂടെ സംഭവിക്കാൻ ബാക്കിയുള്ളൂ. ഓക്കെ. only 3%. ആ 3% it can happen today or it can take place in the next 100 or 300 years. ഓക്കെ. That's up to God. നമുക്കത് പറയാൻ പറ്റത്തില്ല. ഉം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ജാതികളുടെ പൂർണ്ണസംഖ്യ തീരുവോളം തിരുവോളം എന്നൊരു കാര്യം പറഞ്ഞു. ഇസ്രായേലിന് അംശമായി കാട്ടി. അത് നമുക്കറിയത്തില്ല എത്ര പേര് ചെയ്യാൻ ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. വി കീപ് സൈലന്റ് ആൻഡ് പ്രിപ്പയർ ourselves for the coming of the Lord. അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനമാണ്. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ, കള്ളനടുക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴുകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്നാണ് വചനം. യഥാർത്ഥ വിശ്വാസി ഇത് ഏതർത്ഥത്തിലാണ് എടുക്കേണ്ടത്? നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ, ആ വാക്യം ഏതർത്ഥത്തിലാണ് എടുക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഒരു വിശ്വാസി അതെടുക്കേണ്ടത് ലിറ്ററൽ മീനിങ്ങിലാണ്, ഒരു സിംബോളിക് മീനിങ്ങിലല്ല. കറക്റ്റ് ലിറ്ററിൽ നിങ്ങൾക്കുള്ളത് മുഴുവൻ വിറ്റ് ഭിക്ഷ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തേക്കാൻ പറഞ്ഞു. ആ ലിറ്ററൽ മീനിങ്ങിൽ തന്നെ എടുക്കണം. ഇവിടെ നമുക്ക് 3 കാര്യം. ഒന്ന്, എന്താണ് പറഞ്ഞത്? പറഞ്ഞ ലിറ്ററല്ല. 2, ആരോടാ പറഞ്ഞത്? 3, എന്തിനാ പറഞ്ഞത്? നമ്മൾ എന്താണ് പറഞ്ഞത്? ലിറ്ററൽ മീനിങ് മുഴുവൻ വിറ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. മുഴുവൻ വിറ്റ് വെച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു. ഗിവ് ഇറ്റ് ഓഫ് കൊടുത്തേക്കാൻ പറഞ്ഞു. 2, ഇതാരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോട്. 3, എന്തിനാ പറഞ്ഞത്? നമുക്ക് എന്തിനാ പറഞ്ഞെന്നുള്ളത്തേക്ക് ആദ്യം വരാം. എന്തിനാണ് പറഞ്ഞത് എന്നുള്ളത്തേക്ക് നമുക്ക് ആദ്യം വരാം. എന്തിനാ പറഞ്ഞെന്നുള്ളത് വരുമ്പോൾ, ഈ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുക. ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിന് രാജാവ് വേണം. രാജാവ് റെഡിയായി കഴിഞ്ഞു. 2, അതിന് പ്രജകൾ വേണം. ഈ പ്രജകളെ റിക്രൂട്ട് ചെയ്യണം. ഇതിനകത്ത് ആളെ എടുക്കണം. ഇതിനകത്ത് ആളിനെ എടുക്കുന്നതിന് വേണ്ടി ആക്കി വെക്കുന്ന ആളുടെ പേര് മിഷണറിമാരെന്ന്. ആദ്യം വേണ്ടി മിഷണറിമാരെയാണ്, അല്ലേ? ആ മിഷണറിമാർക്ക് എന്ത് കൊടുക്കണം? ഈ കിങ്ഡം പ്രയോറിറ്റി എന്ന സാധനം കൊടുക്കണം, അല്ലെങ്കിൽ ദ ബിഹേവിയർ ഓഫ് ദ കിങ്ഡം. അതിനെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കിങ്ഡം എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കിങ്ഡം എന്ന് പറയും. ഭരണസംഹിത, രാജ്യത്തിന്റെ ഭരണസമിതി, ബിഹേവിയറൽ പാറ്റേൺ. ഇവിടെ വലിയ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇങ്ങനെയാണ്. ഹോൾ ക്രിസ്ത്യാനിറ്റി, ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ 2 കാര്യം. ഒന്ന്, ക്രിസ്ത്യൻ ബിലീഫ്, and the other is Christian behavior.
ക്രിസ്ത്യൻ ബിലീഫ് ആൻഡ് ക്രിസ്ത്യൻ ബിഹേവിയർ. ബിലീഫ് ആൻഡ് ബിഹേവിയർ. ക്രിസ്ത്യൻ ബിഹേവിയർ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വി കാൺ ബിഹേവ്. വി കാൺ ബിഹേവ്. കർത്താവ് പറഞ്ഞു 2 വസ്ത്രമുള്ളവന് ഇല്ലാത്തവനൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അത് ആദ്യം കർത്താവ് അങ്ങനെ കൊടുത്ത് കാണിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലേ? അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിന്റെ ബിഹേവിയർ എന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിന്റെ ബിഹേവിയർ ആര് കാണിക്കണം? അതിന്റെ മിഷണറിമാർ കാണിക്കണം. മിഷണറിമാരായിരിക്കണമെന്നില്ല അതിന്റെ പാസ്റ്റേഴ്സ്. പാസ്റ്റേഴ്സ് അല്ല അതിന്റെ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് അല്ല അതിനകത്ത് ഇവാഞ്ചലിസ്റ്റ്. ഇവാഞ്ചലിസ്റ്റ് അല്ല അതിനകത്ത് അപ്പോസ്റ്റൽസ്. പിന്നെ ആരാണ് ഇവാഞ്ചലിസ്റ്റ്? അതിന്റെ മിഷണറിമാരുടെ ഇവാഞ്ചലിസ്റ്റ്. വാസ് അപ്പോസ്റ്റൽ പോൾ എ മിഷണറി? അപ്പോസ്റ്റലനായ പൗലോസ് ഒരു മിഷണറി ആയിരുന്നു. 100% ആയിരുന്നു. Did he start his life as a poor man or as a rich man? ദരിദ്രനായിരുന്നു, ധനികനായിരുന്നു ജീവൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാല് പൗലോസിന്റെ 4 പേരൻസിനെ കേട്ടോ, അവര് ഗാലിലിയിലെ ഭയങ്കര സക്സസ്ഫുൾ ആയ ബിസിനസ്മാനാണ്. വെരി വെരി സക്സസ്ഫുൾ ബിസിനസ്മാൻ. അപ്പം റോമ സാമ്രാജ്യത്തിന്റെ ഭയങ്കരമായ എക്സ്പാൻഷൻ നടക്കുക. ഇപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ ഭയങ്കരമായ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ആ എക്സ്പാൻഷൻ വർക്കിനുള്ള മെറ്റീരിയൽ, റോ മെറ്റീരിയൽസ് അവർ എഫെസോസ് വരെ എത്തിക്കും. എഫെസോസ് വരെ എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ അവിടെ ഈ മാനുഫാക്ചറിങ് മെറ്റീരിയലാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വീട് വെക്കണം, തടി വേണം. തടിയെല്ലാം കൂടെ വീട് വെക്കുന്നിടത്തോണ്ടെന്ന് കഴിഞ്ഞാൽ വീടും പടക്കത്തില്ല. നമുക്കത് കതകും കട്ടിലും ജനലുമായിട്ട് അവിടെ വരേണ്ടത്, അല്ലേ? അങ്ങനെ വേറൊരിടത്താണ് ഈ ഫാക്ടറി നടക്കേണ്ടത്, അല്ലേ? അപ്പൊ പൗലോസിന്റെ ജനിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ ഭയങ്കര മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പം ഈ തടിയും കല്ലും അടക്കമുള്ള സാധനങ്ങൾ മുഴുവൻ വരേണ്ടത് എവിടാ? ഇവിടെയാണ്. അവിടെ കൊണ്ടുവന്ന് മാനുഫാക്ചറിങ് ഇതായിട്ട് മാറ്റി, അതായത് നമ്മുടെ ഭാഷ പറഞ്ഞ കല്ലായിട്ടും തടിയായിട്ടും വരുന്ന സാധനങ്ങൾ എന്തോ ആകണം? ചെത്തിമിരിക്ക കല്ലുകളായിട്ടും വലിയ കട്ടളയായിട്ടും കഥയായിട്ടും ജനലായിട്ടും വലിയ ബീമായിട്ടും ഒക്കെ മാറണം. പ്രോസസ് ചെയ്യണം. പ്രോസസ് ചെയ്യാൻ മാത്രം പോരാ, ഇത് എവിടെ എത്തിക്കണം? റോമിലെത്തിക്കണം. ഇതിന് ഭയങ്കര ബിസിനസ് ഐക്യമനുള്ള ആളുകളെ കൊണ്ട് പറ്റത്തുള്ളൂ. അതിനുവേണ്ടി തലമുറകൾക്ക് മുഴുവനും റോമൻ സിറ്റിസൺഷിപ്പ് ഓഫർ ചെയ്തുകൊണ്ട് പൗലോസിന്റെ ഗ്രാൻഡ് പേരൻസിനെ ഗാലിലിയിൽ നിന്ന് വിളിച്ചു വരുത്തുകയാണ്. എവിടോട്ട്? ഇവർ ഈ പൗലോസിന്റെ ഈ കുപ്രോസ് ദ്വീപിലൊക്കെ. So can you imagine what sort of rich man he was? Yes. And his father had his own ship. ഞാൻ അങ്ങനത്തെ ഒരു ഷിപ്പ് കത്തിപ്പോയി കേട്ടോ. ലണ്ടനിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. കത്തിപ്പോയി. ഇപ്പൊ അതിന് പിന്നെ മോഡേണൈസ് ചെയ്ത് വലിയ കാപ്പിക്കടയായിട്ട് വെച്ചിട്ടുണ്ട്. കട്ടിസാർക്ക്. ഞാനും എൻ്റെ വൈഫും കൂടെ ആ കട്ടിസാർക്കാണ് ഒരിക്കൽ പോയി. ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന നാവിഗേറ്റ് ചെയ്തിരുന്ന കപ്പല്. ഇങ്ങനത്തെ കപ്പലുകളുടെ ഉടമസ്ഥന്റെ മോൻ മിഷണറിയായി. അവസാനം എന്തുകൊണ്ട് ബാക്കി? ഒരു പുതപ്പും 2-3 പുസ്തകങ്ങളും ബാക്കിയുണ്ട്. എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. അതാണ് ബിഹേവിയറൽ പാറ്റേൺ for the missionaries of the kingdom of God. That is not the missionary behavior patterns of the believers. It is a behavior pattern missionaries. പാസ്റ്ററുടെ ബിഹേവിയർ പാറ്റേൺ അല്ല, പ്രവാചകന്റെ പാറ്റേൺ അല്ല, അധ്യാപകരുടെ പാറ്റേണുമല്ല. അവരെ പറ്റി എല്ലാം പൗലോസ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് they all should be salaried people എന്നാണ്. ചർച്ചയിൽ പിന്നെ എഴുതുക all these people should be salaried.
പക്ഷെങ്കിൽ സാലറിയും ഇല്ല, ഉം. വീട്ടിൽ നിന്നൊരു വകയോട്ട് എടുക്കാനുമില്ല, ഉം. ഉണ്ടായിരുന്ന മുഴുവൻ വിറ്റ് പിച്ചോ പോവുകയും ചെയ്യും. ആര്? മിഷണറിമാര്. അറിമാര്. അപ്പം നമ്മൾ ഇനി നോക്കാം, ഇങ്ങനെ മിഷണറിമാര് ആയിരക്കണക്കിന് ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഫോർ പേരൻസ് ക്രിസ്ത്യാനികളായത്. അതെ, തീർച്ചയായിട്ടും. അല്ലേ? അവർക്ക് എന്തുണ്ടായിരുന്നു? ഡേവിഡ് ലിവിങ്സ്റ്റന്റെ എന്തോ ഉണ്ടായിരുന്നു? സകലതും വിറ്റ് ഉം. ആഫ്രിക്ക കൊണ്ട് ചെലവഴിച്ചല്ലേ? അതെ അതെ അതെ. ആണല്ലോ. അതെ. ഇങ്ങനെ ലോകം മുഴുവൻ ബ്രിട്ടീഷ് മിഷണറിമാർ പോയിട്ടുണ്ട്. ഉം. മിഷണറിയുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറഞ്ഞത്. ഓ. കിങ്ഡം ഓഫ് ഗോഡ് ആരംഭിക്കാൻ പോവാണ്. സോ വാട്ട് ആർ ഉം. യു ഗോയിങ് ടു ഡു? ഉം. നമ്മൾ ഇനി അപ്പോസ്തലന്മാരുടെ മുഴുവൻ ചരിത്രം എടുക്കാം. ഉം. കർത്താവ് പോയി, സഭ നിലവിൽ വന്നു. ഉം. അവരാദ്യം ചെയ്തെന്താ? അവർക്കുള്ള മുഴുവൻ വിറ്റു. ഉം. യെരുശലേം സഭയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതെ. മുഴുവൻ വിറ്റു. പക്ഷെ അവരൊരു തെറ്റൂടെ ചെയ്തു. ഉം. അത് അവരോട് മാത്രം പറഞ്ഞതാണ്, വിശ്വാസിയോട് പറഞ്ഞതല്ല. അതാണ്. വിശ്വാസിയോട് അവര് ചെയ്യിച്ചപ്പോഴാണ് സഭ ദരിദ്രമായി പോയതും സംതിങ് എൽസ് ഹാപ്പൻ. നമുക്ക് അങ്ങോട്ട് പോകണം, നമ്മുടെ ആൻസറിൽ നിന്ന് മാറിപ്പോവും. ഓക്കെ ഓക്കെ. യെസ്, അതായത് ബിഹേവിയർ പാറ്റേൺ ആണ്, മിഷണറിമാരുടെ ബിഹേവിയർ പാറ്റേൺ ആണ്. അവരോട് പറഞ്ഞതാണ്, ഇന്ന് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച ദൈവവേദലായി ദൈവസഭയിലേക്ക് വരുന്ന ഒരാളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു വളർന്ന ഒരാളോ വസ്തു മുഴുവൻ വിറ്റ് കർത്താവിൻ്റെ പുറകെ പോകണമെന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ജീവിക്കണമെന്ന് ആ കോൺട്രസ്റ്റ് ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. വേദപുസ്തകത്തിൽ വാക്യങ്ങൾ അത് ആരോടാണ് പറഞ്ഞത്, അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണോ എന്ന് അന്വേഷിക്കണം. ദാറ്റ് ഈസ് മൈ ആൻസർ. താങ്ക് യു. Okay. Thank you very much, sir. Hope this session was a great blessing to the audience. നിങ്ങൾക്ക് തുടർന്നുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. We will meet once again in the next session. Thank you very much. God bless.